നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവി ബി.ജെ.പി. കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തുടരുമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷയും. മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് ഇക്കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ 13-ൽ 10 സീറ്റുകളിലും ഇന്ത്യ സഖ്യ പാർട്ടികൾ വിജയിച്ചപ്പോൾ 2 മാത്രമാണ് NDAക്ക് വിജയിക്കുവാൻ ആയത്. സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പി. കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂട്ടായ പ്രവർത്തനമാണ് പാർട്ടി ലക്ഷ്യം ഇടുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം വരാനിരിക്കുന്ന 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് സംസ്ഥാന നിയമസഭകളിലേക്കും സ്വാധീനിക്കും എന്നാണ് കോൺഗ്രസിൻ്റെയും വിലയിരുത്തൽ. ബി.ജെ.പി. നേത ഭയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും വല തകർക്കുന്നതാണ് 7 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയം എന്നതാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള സംഘത്തെ നേരത്തെ തന്നെ ബി.ജെ.പി. നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നേരിട്ടുള്ള ഇടപെടലിന് തയ്യാറെടുക്കുകയും ആണ്.